കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നാം ഏലിയാവ് പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ച് നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എലീശ പ്രവാചകനെക്കുറിച്ച് നോക്കാം. എലീശ എന്ന പേരിന് അർത്ഥം ദൈവം രക്ഷയാകുന്നു. ഏലിയാവ് പ്രവാചകന്റെ ശിഷ്യനായിരുന്നു എലീശ പ്രവാചകൻ. BC 9-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ മതമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന ശക്തനായ പ്രവാചകനാണ് ഇദ്ദേഹം. പഴയ നിയമത്തിൽ ഏറ്റവും അധികം അത്ഭുതം പ്രവർത്തിച്ചത് എലീശയായിരുന്നു. യഹോരാം, യോരാം, യേഹു, യോവാഷ്, യഹോവാഷ് എന്നീ രാജാക്കന്മാരുടെ കാലമായിരുന്നു പ്രവചനകാലം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ ആദ്യത്തെ 13 അധ്യായങ്ങളിൽ നീണ്ടുകിടക്കുകയാണ് എലീശയുടെ ചരിത്രം. ഫലപുഷ്ടമായ യോർദാൻ താഴ്വരയിലെ ആബേൽ മെഹോലയിൽ നിന്നുള്ള മഹാധനികനായ ഷാഫാത്തിൻ്റെ മകനായിരുന്നു എലീശ. 11 ഏർക്കാളകളുടെ പിന്നാലെ 12ാമത് ഏർക്കാളയെ പൂട്ടി ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് യഹോവയുടെ നിയോഗം പ്രാപിച്ച ഏലിയ പ്രവാചകൻ തൻ്റെ പുതപ്പ് എലീശയുടെ മേലിട്ട് ശുശ്രൂഷയ്ക്കായി വിളിച്ചത്. ഉടൻ തന്നെ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ പോയി. വീട്ടിൽ ചെന്ന് മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞു. തൻ്റെ കർഷക ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ അടയാളമായി കാളയെ അറുത്ത് മരക്കോപ്പ് കൊണ്ട് പാകം ചെയ്ത് ജനത്തിന് നൽകി. സമ്പന്നനായിരുന്നാലും ഇല്ലെങ്കിലും താൻ ജനത്തിൻ്റെ പ്രവാചകനാണെന്ന് ഇതിലൂടെ തെളിയിച്ചു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചവൻ എന്ന് എലീശയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏലിയ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്യാറായി. എന്നാൽ ആ വൃദ്ധനിൽ നിന്നും വേർപെടുവാൻ എലീശ ഇഷ്ടപ്പെട്ടില്ല. ഇരുവരും യോർദാൻ കടന്ന ശേഷം ഏലിയാവ് എലീശയോട് ചോദിച്ചു, ഞാൻ നിങ്ങളിൽ നിന്നും എടുത്തുകൊള്ളപ്പെടും മുൻപേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം വചനം. ഇരട്ടിപ്പങ്ക് ആദ്യജാതൻ്റെ അവകാശമാണ്. ആരോഹണ സമയത്ത് ഏലിയാവിനെ കാണുമെങ്കിൽ എലീശയുടെ ആഗ്രഹം സഫലമാകുമെന്ന് വാഗ്ദാനം നൽകി. അഗ്നിരഥവും അഗ്നീശ്വരങ്ങളും അവരെ വേർപിരിക്കുകയും ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പും എടുത്ത് എലീശ മടങ്ങിപ്പോന്നു. ഏലിയാവ് എടുക്കപ്പെട്ട ഉടൻ തന്നെ എലീശ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ഏലിയാവിൻ്റെ പുതപ്പെടുത്ത് യഹോവയുടെ നാമത്തിൽ യോർദാൻ നദിയെ അടിച്ചു. നദി 2ആയി പിരിഞ്ഞു. ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എലീശയുടെ മേലുണ്ടെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യമായി. അവർ ഏലിയാവിൻ്റെ പിൻഗാമിയായി എലീശയെ സ്വീകരിച്ചു. ഈ സംഭവത്തിന് ശേഷം എലീശ എരിഹോവിൽ പാർത്തു. എരിഹോവിലെ ഉറവിലെ ജലം ഗർഭനാശകമാണെന്ന് പട്ടണക്കാർ എലീശയെ അറിയിച്ചു. പ്രവാചകൻ വെള്ളത്തെ ഉപ്പിട്ട് ശുദ്ധമാക്കി. എരിഹോവിൽ നിന്നും ബഥേലിലേക്ക് പോകുമ്പോൾ ബാലന്മാർ പ്രവാചകനെ മൊട്ടത്തലയോ കയറിവ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പ്രവാചകൻ അവരെ യഹോവയുടെ നാമത്തിൽ ശപിച്ചു. ഉടൻ 2 പെൺകരടികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവരിൽ 42 പേരെ കീറിക്കളഞ്ഞു. അവിടെ നിന്ന് പ്രവാചകൻ കർമ്മേലിലേക്ക് പോവുകയും പിന്നീട് ശമരിയയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇസ്രായേൽ രാജാവായ യഹോരാമും യഹൂദയിലെയും യോദോമിലെയും രാജാക്കന്മാരും ചേർന്ന് മോവാബിയരോട് യുദ്ധത്തിനൊരുങ്ങി. അപ്പോൾ ജലക്ഷാമമുണ്ടായി. രാജാക്കന്മാർ എലീശയുടെ അടുക്കൽ ചെന്ന് അപേക്ഷിച്ചു. എലീശ ഒരു വീണക്കാരനെ വരുത്തി വീണ വായിച്ചപ്പോൾ യഹോവയുടെ കൈ എലീശയുടെ മേൽ വരികയും കുഴികൾ കുഴിക്കുവാൻ അവൻ കൽപ്പിക്കുകയും ചെയ്തു. അവർക്ക് അനുഗ്രഹകാരണമായിരുന്ന വെള്ളം ശത്രുക്കൾക്ക് നാശകാരണമായി തീർന്നു. രാവിലെ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചപ്പോൾ മോവാബിയർക്ക് വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അവർ പറഞ്ഞു, അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബിയരെ കൊള്ളയ്ക്ക് വരുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രായേലിൽ പാളയത്തിങ്കലെത്തിയപ്പോൾ ഇസ്രായേലിയർ എഴുന്നേറ്റ് മോവാബിയരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബിയരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ മരിച്ചു. അയാളുടെ വിധവയും 2 കുഞ്ഞുങ്ങളും നിരാലംബരായി തീർന്നു. കടക്കാർ 2 കുഞ്ഞുങ്ങളെയും അടിമകളായി വിൽക്കുവാൻ ഒരുങ്ങുകയായിരുന്നു. ഈ ദുഃഖസ്ഥിതിയിൽ ആ വിധവ എലീശയോട് സഹായം അപേക്ഷിച്ചു. വിധവയ്ക്ക് ശേഷിച്ചിരുന്ന ഒരു ഭരണി എണ്ണ കൊണ്ട് പ്രവാചകൻ അവളെ രക്ഷിച്ചു. വിധവയുടെ എണ്ണ വർദ്ധിക്കുകയും ആ എണ്ണ വിറ്റ് കടം വീട്ടുകയും തുടർന്ന് അവർ ഉപജീവനം കഴിക്കുകയും ചെയ്തു.
ഈ അത്ഭുതം നടന്ന സ്ഥലമോ കാലമോ പ്രസ്താവിച്ചിട്ടില്ല. എലീശ പ്രവാചകന് ശുനോമിലെ ഒരു സമ്പന്നയായ സ്ത്രീ ആതിഥ്യം നൽകി. തൻ്റെ വീട്ടിൽ ഒരു പ്രത്യേക മുറി അവൾ പ്രവാചകന് സജ്ജീകരിച്ചു കൊടുത്തു. അതിൽ പ്രസന്നചിത്തനായ പ്രവാചകൻ എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. താൻ സ്വജനത്തിൻ്റെ മധ്യ വസിക്കുമെന്ന് പറഞ്ഞ് അവൾ പ്രവാചകനോട് ഒന്നും ആവശ്യപ്പെട്ടില്ല. ഗേഹസിയിൽ നിന്ന് അവൾക്കുണ്ടായിരുന്ന കുറവിനെ കുറിച്ചറിഞ്ഞ പ്രവാചകൻ ഒരു പുത്രൻ്റെ ജനനം ഉറപ്പുകൊടുത്തു. ഒരു ദിവസം ബാലൻ വയലിൽ പിതാവിൻ്റെ അടുക്കലേക്ക് പോയി. അവിടെ വച്ച് സൂര്യാഘാതത്താൽ പൈതൽ മരിച്ചു. മരിച്ച പൈതലിനെ പ്രവാചകൻ്റെ കിടക്കയിൽ കിടത്തിയ ശേഷം ശൂനംകാരി തിടുക്കത്തിൽ കർമ്മേലിൽ ചെന്ന് പ്രവാചകനെ വിവരം അറിയിച്ചു. ആദ്യം എലീശ തൻ്റെ ഭൃത്യനായ ഗേഹസിയെ പ്രവാചക ദണ്ഡുമായി അയച്ചു. എന്നാൽ ശൂനംകാരിയുടെ നിർബന്ധം മൂലം പ്രവാചകൻ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി. എലീശ ബാലൻ്റെ മേൽ കിടന്ന് ദൈവത്തോട് അപേക്ഷിച്ചു. ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. ക്ഷാമകാലത്ത് പ്രവാചക ശിഷ്യന്മാർ കാട്ടിൽ കിടന്നതെന്തും ഭക്ഷിക്കുന്ന ദുഃഖസ്ഥിതിയിൽ എത്തിച്ചേർന്നു. അടപ്പിൽ ഒരു വലിയ കലം വച്ച് പായസമുണ്ടാക്കുന്നതിനു വേണ്ടി കാട്ടിൽ നിന്ന് കിട്ടിയ പച്ചക്കറികൾ അതിലിട്ടു. പായസം ഭക്ഷിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ ദൈവപുരുഷനായുള്ളവയെ കലത്തിൽ മരണം എന്ന് വിളിച്ചു പറഞ്ഞു. കലത്തിൽ മാവിട്ട് അതിലെ വിഷത്തെ എലീശ നീക്കി. ഇതേ കാലത്ത് തന്നെ സമാനമായ മറ്റൊരു അത്ഭുതവും നടന്നു. ബാൽശാലിഷയിൽ നിന്ന് ഒരു മനുഷ്യൻ ആദ്യഫലമായി 20 യവത്തപ്പവും മലരും കൊണ്ടുവന്നു. ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് പ്രവാചകൻ 100 പേരെ അത്ഭുതകരമായി പരിപോഷിപ്പിക്കുകയും ബാക്കി ശേഷിപ്പിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിൽ 2 പുരുഷാരത്തെയാണ് യേശു അത്ഭുതകരമായി പോഷിപ്പിച്ചത്. പ്രവാചക ശിഷ്യന്മാർ പാർത്തിരുന്ന ഇടം ഇടുങ്ങിയതായിരുന്നു. ഒരു വലിയ പാർപ്പിടം നിർമ്മിക്കുന്നതിനു വേണ്ടി അവർ മരം വെട്ടുകയായിരുന്നു. ആ സമയത്ത് ഒരുവൻ്റെ കോടാലി ഊരി നദിയിൽ വീണു. പ്രവാചകൻ ഒരു കോൽ വെട്ടി കോടാലി വീണ സ്ഥലത്തത് എറിഞ്ഞു. ഉടൻ കോടാലി വെള്ളത്തിൽ പൊങ്ങി. അരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. എലീശ പ്രവാചകനെക്കുറിച്ച് കേട്ട് നയമാൻ വിവരം തൻ്റെ രാജാവിനോട് അറിയിച്ചു. അരാം രാജാവ് ഒരെഴുത്തുമായി നയമാനെ ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഈ എഴുത്തിനോടൊപ്പം വളരെയേറെ സമ്മാനങ്ങളും രാജാവ് അയച്ചിരുന്നു. അരാം രാജാവായ ബെൻഹദദ് ഇസ്രായേലുമായി യുദ്ധത്തിനൊരു വഴി കണ്ടുപിടിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ രാജാവ് കരുതിയത്. വിവരമറിഞ്ഞ എലീശ പ്രവാചകൻ നയമാനെ തൻ്റെ അടുക്കൽ അയക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. നയമാൻ പ്രവാചകൻ്റെ വീട്ടിലെത്തി. എലീശ നേരിട്ട് പോലും സംസാരിക്കാതെ ദാസനെ അയച്ചു നയമാനോട്, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തേതുപോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. ഈ നിർദ്ദേശം നയമാന് അർദ്ധശൂന്യമായി തോന്നി. എന്നാൽ ഭൃത്യന്മാരുടെ നിർബന്ധ ഹേതുവായി പ്രവാചകൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ നയമാൻ ചെയ്തു. അവൻ്റെ കുഷ്ഠം ശുദ്ധമായി ദേഹം ഒരു ചെറിയ ബാലൻ്റെ ശരീരം പോലെ ആയിത്തീർന്നു. ഇസ്രായേലിൻ്റെ ദൈവം സാക്ഷാൽ ദൈവമാണെന്ന് ആ വിജാതീയന് വെളിപ്പെട്ടു. നയമാൻ്റെ സമ്മാനങ്ങളെല്ലാം എലീശ തിരസ്കരിച്ചു. എലീശയുടെ ശിഷ്യനായ ഗേഹസിക്ക് അത് സഹിക്കുവാനായില്ല. ഗേഹസി പിന്നാലെ ചെന്ന് ആ സമ്മാനങ്ങളിൽ ഒരു ഭാഗം പ്രവാചകൻ ആവശ്യപ്പെട്ടതായി നയമാനോട് പറഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തി പ്രവാചകനിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ ഗേഹസി ശ്രമിച്ചു. എന്നാൽ പ്രവാചകൻ അത് അറിയുകയും നയമാൻ്റെ കുഷ്ഠം ഗേഹസിയെയും അവൻ്റെ സന്തതിയെയും ബാധിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അവൻ കുഷ്ഠരോഗിയായി പ്രവാചകനെ വിട്ടുപോയി. ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ എലീശ രാജ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അരാമ്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത കാലത്ത് അവർ രഹസ്യമായി എടുക്കുന്ന തീരുമാനം പോലും എലീശ അറിയുകയും ഇസ്രായേൽ രാജാവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു വന്നു. ഇങ്ങനെ പല പ്രാവശ്യവും ഇസ്രായേൽ രാജാവിനെ യുദ്ധത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതറിഞ്ഞ അരാം രാജാവ് എലീശയെ പിടിക്കുന്നതിന് ഒരു സൈന്യത്തെ അയച്ചു. സൈന്യം രാത്രിയിൽ എലീശയുടെ വാസസ്ഥാനമായ ദോതാൻ വളഞ്ഞു. ഈ അപകടം ആദ്യം കണ്ട ഭൃത്യൻ ഭയത്തോടുകൂടി എലീശയെ വിവരമറിയിച്ചു. എലീശ പ്രാർത്ഥിച്ചപ്പോൾ ബാല്യക്കാരൻ്റെ കണ്ണുകൾ തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അവരെ അന്ധത പിടിപ്പിച്ചു. അവൻ അവരെ ശമര്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശമര്യയിലെത്തിയപ്പോൾ എലീശ പ്രാർത്ഥിച്ച് അവരുടെ അന്ധത മാറ്റി. അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യരുതെന്ന് പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു. മാത്രവുമല്ല, ഒരു വലിയ വിരുന്നൊരുക്കി അവരെ സൽക്കരിച്ച് മടക്കി അയച്ചു.
എലീശ ദീർഘായുഷ്മാനായിരുന്നു. മരണക്കിടക്കയിൽ പോലും പ്രവാചകന്റെ ജൈവശക്തിക്ക് ഒട്ടും കോട്ടം തട്ടിയിരുന്നില്ല. മരണശയ്യയിലായിരുന്ന പ്രവാചകനെ കാണാൻ ഇസ്രായേൽ രാജാവായ യോവാശ് വന്നു. അദ്ദേഹം നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളോയെ എന്ന് പറഞ്ഞു. ഏലിയാവ് സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടപ്പോൾ എലീശ പറഞ്ഞ വാക്കുകളാണിവ. മരണക്കിടക്കയിൽ വച്ച് അരാമ്യരുമായുള്ള യുദ്ധത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് പ്രവാചകൻ ഇസ്രായേൽ രാജാവിനോട് പ്രവചിച്ചു. എലീശ മരിച്ചു. എലീശയുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുത് മരണാനന്തരം സംഭവിച്ചതാണ്. എലീശയുടെ കല്ലറയ്ക്കടുത്തുകൂടി കടന്നുപോയ ഒരു വിലാപയാത്രയെ മോവാബിയർ ആക്രമിച്ചു. പരിഭ്രമം ബാധിച്ച് അവർ ധൃതിയിൽ മൃതശരീരത്തെ പ്രവാചകന്റെ കല്ലറയിലിട്ടു. ആ ശവം എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവൻ പ്രാപിച്ചു. മരണത്തിന് ശേഷവും ജീവൻ നൽകുവാൻ പ്രവാചകന് കഴിഞ്ഞു. ഏലിയാവിൻ്റെയും എലീശയുടെ സ്വഭാവങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അലഞ്ഞു തിരിയുന്ന പ്രകൃതമായിരുന്നു ഏലിയാവിൻ്റെ. കൂട്ടുകാരോടൊപ്പവും നഗരത്തിലും താമസിക്കുകയായിരുന്നു എലീശയ്ക്കിഷ്ടം. എലീശയുടെ അത്ഭുതങ്ങളിലധികവും സൗഖ്യവും പുനർജീവനും നൽകുന്നത് ആയിരുന്നു. സാധുക്കളെ സഹായിക്കുന്നതായിരുന്നു എലീശയുടെ പ്രധാന ലക്ഷ്യം. വിധവയുടെ എണ്ണ വർദ്ധിപ്പിച്ചതും വെള്ളത്തെ പദ്യമാക്കിയതും ഇതിൽ ഉൾപ്പെടുന്നു. നിശ്ചയദാർഢ്യമുള്ളവനും ശക്തനുമായിരുന്നു ഏലിയാവ്. ആവശ്യ സന്ദർഭങ്ങളിൽ എലീശ ശക്തമായി പ്രതികരിക്കുമെങ്കിലും പൊതുവെ ശാന്ത സ്വഭാവം ഉള്ളവനായിരുന്നു.